ജിസയിലും ഒനിയിലും ജയിലിലേക്ക്. ജിസയിൽ തന്ത്രങ്ങൾ പാടിയും അഭിലാഷും അപ്പാനി ശരത്തും ഏറ്റുമുട്ടുന്നു. നമസ്കാരം. ഇന്ന് ബിഗ് ബോസിൽ നോമിനേഷൻ പ്രക്രിയയാണ് നടന്നത്. രാവിലെ മുതൽ എല്ലാ ദിവസവും മുതൽ കിച്ചണിൽ അടിയൊക്കെ ഉണ്ട്. അത് സർവ്വസാധാരണമാണ്. ഇന്നലത്തെ ആക്ടിവിറ്റി ഏരിയയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അഭിലാഷിന്റെയും ഒനിലിന്റെ ഒക്കെ ഈ തെറിവിളികൾ ഒരിക്കലും നമുക്ക് ഇന്നലെ ബിഗ് ബോസിൽ വിട്ടതെല്ലാം അവിടെ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് വിട്ടത്. ലൈവില് എഡിറ്റഡ് ആണ് ഇതിൽ വന്ന് ഏഷ്യാനെറ്റില് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഈ തെറിവിളിക്ക് ഇതിനൊരു ജനത്തിനൊരു എത്രത്തോളം നമ്മളൊരു കുടുംബത്ത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ കൂടി ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന നമുക്ക് നമ്മുടെ ഒന്നും ഒരു നിലവാരത്തിനും സംസ്കാരത്തിനും ചേരത്തില്ല. ഇത് പബ്ലിക്കിലൂടെ ഇത് ഇത്രയും ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് പോകുമ്പം അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് ബേസിൽ 1000 പോയിന്റ് കളഞ്ഞ് അത് അനീഷാണെന്നുള്ള ആര്യന്റെ വരുത്തി തീർക്കല് ഇതൊക്കെയാണ് നടക്കുന്നത്. ആര്യന് മുട്ടയടിക്കായിരുന്നു. മുട്ടയടിച്ച ഇന്നലെ സുഖമായിട്ട് എല്ലാവരും പറഞ്ഞു, സരിക ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു മുട്ടയടിക്കണം നീ. അതൊരു വലിയ ഒരു എഫർട്ടായിട്ട് എടുത്തിരുന്നെങ്കിൽ ആര്യന് ഒരു മോളിലേക്കുള്ള ഒരു ഹൈപ്പായിട്ട് മാറിയെന്നെ. പക്ഷെ ആര്യനത് എടുത്തില്ല. ആര്യനെ കണ്ട് സൽമാൻ ഖാൻ ആണെന്നൊക്കെ ഉള്ള ധാരണയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടെ ഉള്ള ഒരു അക്ബറും പറഞ്ഞു കൊടുത്തു, മുട്ടയടിക്കരുത്, നീ ഒരു ആക്ടറാണ്, വണ്ണം കട്ടയാന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനത് അങ്ങ് നിൽക്കുന്നുണ്ട്. അവന് പുറകിൽ നിന്ന് ചാടി പണി കൊടുത്താന്നുള്ള അവൻ അറിയത്തില്ല. ഇത്രയ്ക്കൊന്നും ഉള്ള ബുദ്ധിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പകുതി കണ്ടസ്റ്റൻസ് ഇന്നത്തെ ബേസ്ഡ് ആണ്. ഇപ്പൊ ഈ ആഴ്ച ആരാണ്, ശാരികയാണോ ശൈത്യാണോ പോകുന്നതെന്നുള്ള മറ്റൊരു വിഷയം നാളെ നമുക്ക് ലാലട്ടം വരുമ്പോൾ കാണാം. അങ്ങനെ ഇന്ന് ജയിലിൽ പോകാൻ വേണ്ടി കുരുക്കുപണികൾ നടത്തി ജയിലിൽ ആമ്പിള്ളേരെയൊക്കെ കയ്യിലെടുത്ത് വെച്ച ജിസയിൽ ഇന്നെങ്ങും ജയിലിൽ പോകും. ഒപ്പം ഒനിയിലുമുണ്ട്. നമുക്ക് അതിന്റെ ആ വോട്ടിംഗ് ശതമാനം 1-2 പേരുടെയൊക്കെ അതിന്റെ മിസ്സിംഗ് ഉണ്ട്. ശാരിക പറഞ്ഞത് ആര്യൻ ഒനിയിലാണ്. അതായത് ആര്യന്റെ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലുള്ള അതൃപ്തിയാണ്. ഒരിക്കലും അവർക്കൊരു സാറ്റിസ്ഫൈ അല്ല. ക്യാപ്റ്റനാകുമ്പോൾ ഹ്യൂമാനിറ്റി ഒക്കെ പറഞ്ഞു നടക്കുക എന്നുള്ള വാദമല്ലാതെ ടാസ്ക് കാര്യങ്ങളിൽ ആര്യൻ ഇച്ചിരി ഇമ്പ്രൂവ് ആകുമെന്നുള്ള രീതിയിലാണ് ആര്യനെ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ആര്യനെടുത്ത ആ ഡിസിഷൻ ആർക്കും സാറ്റിസ്ഫൈ അല്ല ആര്യന്റെ ആ ഒരു തീരുമാനത്തിൽ. അതാണ് ആര്യനെ വെച്ചത്. ഒനിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ റെന ഫാത്തിമ ഇന്നലെ കയറി പറഞ്ഞു. ഇതിനകത്തിലെ ഏറ്റവും ഏജ് കുറഞ്ഞൊരു കണ്ടസ്റ്റൻസ് ആണ്, ജീവിയുടാണ്. അത് വേറൊരു സത്യം. ഒന്നിൽ നമ്മൾ റെനെ നമ്മൾ പല പ്രായത്തിന്റെ പക്വത ഇല്ലാതെ ഒത്തിരി അഹങ്കാരം കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇന്നലത്തെ കേസിൽ റെനയൊക്കെ ഒരു നിരപരാധിയാണെന്ന് വേണം പറയാൻ. ആര്യൻ ക്യാപ്റ്റനായ ആര്യൻ ഉണ്ടെന്ന് ചിരിച്ചപ്പോൾ സരിക പുറകെ പോയിരിക്കാൻ വരെ പറഞ്ഞിട്ട് ഉള്ള അവസ്ഥ വന്നു. സരിക പോലും ചെറുതായിട്ട് ചിരിച്ചു. സരിക അത് കൺട്രോൾ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് അതൊരു വലിയ വിഷയമായിട്ട് ലാലേട്ടൻ വരുമ്പോൾ എടുക്കത്തില്ല. ആര്യനെ ലാലേട്ടൻ വരുമ്പോ കൊടയും. സരിക അതൊരു ക്യാപ്റ്റൻസി ഇരുന്നുകൊണ്ട് അവന് അത് കാണിച്ചത്. ഒരാളുടെ ഒരു വൈകാരിക രംഗങ്ങൾ പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ നമ്മളങ്ങ് നെഗ്ലക്ട് ചെയ്ത് വിട്ടാൽ മതി. നമ്മൾ കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. അതിന് പകരം അതിനെ തലവേദന വന്നപ്പോൾ ഇങ്ങനെ തള്ളി പിടിച്ച് ചിരിയായി പോകാന്ന് പറഞ്ഞു. തലവേദന എങ്ങനെ ചിരിയായി പോകുന്നു എനിക്കറിയത്തില്ല. പുതിയ കണ്ടുപിടുത്തമായിരിക്കും. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ശരി. അത് കഴിഞ്ഞ് ശൈത്യ വന്ന് അനീഷിനെ പറഞ്ഞു, ജിസേലിനെ പറഞ്ഞു. ആര്യം വന്നിട്ട് ജിസേൽ അനീഷിനെ പറഞ്ഞു. ദൈവം വന്നിട്ട് ജിസേലിനെ പറഞ്ഞു. അത് കോഫിയുടെ പ്രശ്നമാണ്, കോഫി കള്ളിയാണെന്ന് പറയുന്നത്. ഇപ്പൊ പൊതുവെ അനുമോള് ചപ്പാത്തി കള്ളി മറ്റേ കള്ളി എന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പൊ ജിസേലിന് കോഫി കള്ളി എന്നുള്ള പേര് വീണു. അതൊക്കെയാണ്. അതല്ല, ആദ്യം മുതൽ ബിഗ് ബോസ് വാങ്ങി കൊടുത്തിട്ട് അനുസരിക്കാത്ത ഒരു സാധനം ജിസേൽ. എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ അതൊരു വൃത്തികെട്ട ഒരു സ്വഭാവമാണ്. ബിഗ് ബോസിന്റെ റൂള് തെറ്റിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേല്. പിന്നെ ജീവൻ പറഞ്ഞ ഒരാൾ ആര്യനാണ്. ആര്യന്റെ ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ, അതുപോലെ തന്നെ ഇന്നലത്തെ പ്രശ്നം, അത് രണ്ടുമാണ് വിഷയമായിട്ട് എടുത്തേക്കുന്നത്. അനുമോള് പറഞ്ഞേക്കുന്നത് ജിസേലെ അഭിലാഷ്. ആദിലെന്ന് ഓരോ പറഞ്ഞ് ധോനിയില് ജിസേല്. ആദിലെന്ന് പറഞ്ഞാല് വളരെ നല്ല രീതിയിൽ ഇടപഴകുന്നുണ്ട്. ടാസ്കിലും മറ്റേതിലും ഒന്നും അവർ മുന്നേറുന്നില്ല. പക്ഷെ
മാന്യമായ രീതിയിൽ നല്ല വിവരമുള്ള സംസാരം സംസാരിക്കുന്നുണ്ട്. ആദില നൂറ് അത്രയില്ല, ആ കുട്ടി നല്ലപോലെ എല്ലാവരെയും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയുമ്പോഴും നമ്മുടെ ഒരു കേരളക്കാർ പറയുന്ന ആ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്താണ് നല്ല വിവേകത്തോടാ പറയുന്നത്. പിന്നെ അക്ബർ പറഞ്ഞ ജിസേൽ ഒനീൽ. അക്ബറും ജിസേൽ ഒനീലും ഒക്കെ കൂട്ടുകെട്ടായിരുന്നു. ഇപ്പൊ എല്ലാം പൊളിഞ്ഞു തോന്നുന്നു. പുതിയ ഗ്രൂപ്പ് അവിടെ ആയി. അപ്പാനിശ്വരത്ത് പറഞ്ഞ ആര്യൻ അഭിലാഷ്. ഇപ്പം അപ്പാനിശ്വരത്തും ഇന്ന് അഭിലാഷുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് പറഞ്ഞെന്നും പറഞ്ഞു. അവിടെ അമ്മയ്ക്ക് വിളി, തന്തയ്ക്ക് വിളി, പൂക്ക എല്ലാം പറയുന്നുണ്ട്. നമുക്കിതൊന്നും പറയാൻ പോലും പാടത്തില്ല. നമ്മളൊരു റിവ്യൂ ചെയ്യുമെന്നും പറഞ്ഞ് ഇത് ഈ ഭാഷകൾ പോലും നമ്മളൊരു എയറിലേക്ക് പോകുന്ന സാധനം പറയരുത്. ഇത്ര മ്ലേച്ഛമായ രീതിയിലുള്ള ഭാഷകൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ തന്നെ നമ്മൾ ഇതെത്രയോ ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്. അപ്പം ഈ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇവര് ലക്ഷക്കണക്കിന് കാണുന്ന പരിപാടിയൊക്കെ ഇവരൊക്കെ പറയാന്ന് പറഞ്ഞാല് ഈ ഏഷ്യാനെറ്റിന്റെ എന്തോ പറയാനാ. ലാലേട്ടൻ വന്ന് ഇവരെയൊക്കെ ഇന്ന് കൊടയുന്ന ദിവസമാണ് കാത്തിരുന്നു. അങ്ങനെ അപ്പാനിശരത്ത് പറഞ്ഞ് നമ്മള് ആര്യനെയും അഭിലാഷനും പറഞ്ഞു. സരിക വന്നിട്ട് ആര്യന്റെ പേര് പറഞ്ഞു. തലമുണ്ടനം ചെയ്യാതെ ആ ടാസ്കിൽ നിന്ന് മാറിയതാണ് സരിക ആര്യനെ പ്രപ്പോസ് ചെയ്യുന്ന നോമിനേഷൻ ചെയ്യാനുള്ള കാര്യം. ജിസേലിനെ പറഞ്ഞു. ജിസേല് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നല്ല ഇച്ചിരി ഇമേജ് കയറി വന്നൊരു ക്യാപ്റ്റൻ സിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ ഒനിയില് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നതാണ്. എന്നെ ജയിലിൽ വിടരുത് എന്നും പറഞ്ഞൊക്കെ ഉള്ളൊരു അവനെ നടന്നു. ആര്യന്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാപ്റ്റൻസി കഴിഞ്ഞല്ലോ, നീ പോ എന്ന് പറഞ്ഞു. നീ പറയുന്നൊക്കെ എനിച്ചോളം, നീ എന്റെ ഫ്രണ്ടാണ്, കാര്യങ്ങളെല്ലാം കൊള്ളാം, പക്ഷെ എനിക്ക് ജയിലിൽ പോകുന്ന ഇഷ്ടമല്ല. ഇതൊക്കെ എല്ലാം കളികളല്ലേ. ഒനീലിന്റെ ആ ക്യാപ്റ്റൻസി അങ്ങ് പോയി കിട്ടി ഈ ആഴ്ചത്തെ. ജയിലിലോട്ട് ഇന്ന് മിക്കവാറും വൈകിട്ട് ലാലേട്ടൻ വന്ന് കുട്ടി കോഴിച്ച് ഓട്ടോറിക്ഷയിലോ ഒട്ടകത്തിന്റെ പുറത്തോ എന്തോ പുറത്താന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ സരിക ഉൾപ്പെടെയുള്ളവർ ജിസേലിന്റെ പേര് പറഞ്ഞപ്പോ 10 പേരാണ് ജിസേലിന്റെ പേര് പറഞ്ഞത്. ജിസേൽ ഇപ്പൊ അവിടെ ഒരു സൈലന്റ് അറ്റാക്കാണ് നടത്തുന്നത്. പലരെയും ആണുങ്ങളെല്ലാം അവരുടെ തന്ത്രപരമായിട്ട് തന്റെ കീഴിൽ നിർത്തുന്ന ഒരു പരിപാടി. പക്ഷെ ഈ കോഫിയുടെ പ്രശ്നങ്ങളും മറ്റ് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വന്നതാണ് ഇപ്പൊ റിഫ്ലക്ട് ചെയ്ത് ഈ 10 പേര് പറയുന്നത്. ജിസേലിന്റെ കാര്യം ഉറപ്പായി. പിന്നെ വന്ന ആര്യൻ ഒനിയിലായിരുന്നു. 7 വന്നു. അങ്ങനെ വന്നപ്പോൾ കൈ പൊക്കാൻ പറഞ്ഞു. കൈ പൊക്കി കഴിഞ്ഞപ്പോൾ 10 പേരും ഒനിയിൽ പോകണമെന്നാ പറഞ്ഞത്. ആര്യന് അച്ഛന് സപ്പോർട്ട് കിട്ടിയോണ്ട് ആര്യൻ അതിൽ നിന്ന് ഒഴിവായി. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുക. എല്ലാവരും എഴുന്നേറ്റ് പോയി. ഇത്രയേ നടന്നിട്ടുള്ളൂ. ഇന്ന് വലിയ സംഭവങ്ങൾ പിന്നെ അടിപിടി എപ്പോഴും ഉണ്ടല്ലോ. കോണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ഇന്നലത്തെ ഭൂമി കയ്യേറ്റം എല്ലാരും കണ്ടാണല്ലോ. കയ്യേറ്റം തന്നെ ആയിരുന്നു. അവിടെ കമന്ന് വീഴുമായിരുന്നു. ഓടി ചാടി നടന്നു. പിന്നെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ടാസ്ക് അത് മിസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ഇന്ന് ലാലേട്ടൻ വന്ന് കൊടയും. അടുത്ത 2 കാണാം. നന്ദി, നമസ്കാരം.